ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന യോഗനെ കുറിച്ചാണ് കേട്ടോ. കാരണം യോഗ എന്റെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ട് ഒരു ഇമ്പാക്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ്. എന്റെ ഇപ്പൊ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, എന്റെ പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും യോഗ എനിക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആൾക്കാർ ഇതിന്റെ വാല്യൂ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ റെഗുലർ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്താൽ അതിന്റെ അനുസരിച്ച് നല്ല പോസിറ്റീവ് ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിക്കും മൈൻഡിനും വരുന്നത്. എന്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ പോലും ഞാനിപ്പോ 9 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കൺസീവ് ചെയ്യുന്നത്. അതിന്റെ ഒരു റീസൺ പോലും യോഗ ആസനാസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം റെഗുലർ യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം തന്നെ ഉണ്ടായത്. അത് മാത്രമല്ല, എന്റെ പേഴ്സണൽ ലൈഫ്, എന്റെ പ്രൊഫഷണൽ ലൈഫ് എല്ലാത്തിലും ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കിയത് ഈ യോഗ തന്നെയാണ്. യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആവുകയാണ്. നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവുകയാണ്. ബോഡി കുറച്ചുകൂടെ ബെറ്റർ ആയി മാറുവാണ് ഡേ ബൈ ഡേ. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഇത് റെഗുലർ പ്രാക്ടീസ് തന്നെ ചെയ്യണം. ഒരു ദിവസം നമ്മൾ ചെയ്തു അല്ലെ 2 ദിവസം ചെയ്ത് എന്ന് വെച്ചാൽ അതിന്റെ ഒരു എഫക്റ്റും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മളത് റെഗുലർ പ്രാക്ടീസ് തന്നെ ചെയ്യണം. 1 month, 2 months, 3 months നമ്മളത് നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു പാർട്ടാക്കി തന്നെ മാറ്റിയാലേ നമുക്ക് ഇതിൽ നിന്നുള്ള പോസിറ്റീവ് ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം ചെയ്യും, അല്ലെങ്കിൽ ഒരു 15 ദിവസം ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് വിട്ടുകളയും, പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യില്ല. പല റീസൺസ് ആവാം, ടൈം ഇല്ലായ്മ ആവാം, അല്ലെങ്കിൽ മടിയാവാം, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ അത് റെഗുലർ ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു ഇമ്പാക്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമ്മളത് റെഗുലർ ചെയ്തിരിക്കും. അങ്ങനെയാണ് യോഗ. ഇത് നമ്മുടെ ബോഡിക്ക് മാത്രമല്ല ഹെൽപ്ഫുൾ ആവുന്നത്, ഇത് നമ്മുടെ ഓവറോൾ വെൽനെസ്സിന് യോഗ നല്ലതാണ്. സ്പെഷ്യലി നമ്മൾ ലേഡീസ് ഉണ്ടല്ലോ, അവർക്ക് ഒരു 30 കഴിഞ്ഞാൽ പല ബോഡി ഇഷ്യൂസും വരാൻ തുടങ്ങും. നടുവേദനയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ പല ഇങ്ങനത്തെ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഇന്നത്തെ കാലത്ത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? സ്ട്രെസ് കൊണ്ട്. സ്ട്രെസ് നമ്മുടെ ബോഡിയെ വളരെ അധികം എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഈ സ്ട്രെസ്സാണ് എല്ലാത്തിനും ഉള്ള കാരണമെന്ന്. നമ്മുടെ ബോഡി വരുന്ന പെയിനും അതിനും ഇതിനൊക്കെ കാരണം ഈ സ്ട്രെസ്സാണ്, നമ്മൾ അറിയുന്നേ ഇല്ല. നമ്മൾ അതിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ പ്രോപ്പർ രീതിയിൽ പ്രാണായാമവും മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ഹീൽ ആവാൻ തുടങ്ങും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ആൾക്കാർ വിചാരിക്കുന്ന യോഗ ചെയ്യാൻ ഭയങ്കര പാടാന്ന്. പല ആസനാസും അവർ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ തലയും കുത്തി മറിയുന്ന. ശരിക്കും അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് യോഗാസനാസ് ഉണ്ട്, അത് മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡി നല്ല രീതിയിൽ ഇരിക്കും. പിന്നെ ഈ യോഗ ആസനാസ്, നമ്മൾ ഈ ബോഡി എക്സസൈസ് പോലെ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതിനെ നമ്മൾ ആസനാസ് എന്ന് വിളിക്കുന്നു. പക്ഷെ പ്രാണായാമം അതിന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പല ആസനാസും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം. അതും നമ്മുടെ ബോഡിക്ക് അത്ര തന്നെ എഫക്റ്റ് തരുന്ന ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി, ഒരു 10 മിനിറ്റ് ചെയ്താൽ മതി. അതിന്റെ എഫക്റ്റ് വളരെ കൂടുതലാണ്. ഈ മൂന്നും കമ്പൈൻ ചെയ്താലാണ് ഒരു പ്രോപ്പർ യോഗ സെറ്റായി മാറുന്നത്. അപ്പൊ ഇത് മൂന്നും നമ്മൾ ഡെയിലി ഒരു 1/2 മണിക്കൂർ ചെയ്താൽ മതി. ഒരു 15 മിനിറ്റ്സ്, അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റ്സ് ചെയ്താൽ പോലും നമുക്ക് അതിന്റെ പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടും. ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ് ഓട്ടോമാറ്റിക് കുറഞ്ഞ് കിട്ടും കേട്ടോ. സ്ട്രെസ് കുറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തുള്ള പല പ്രശ്നങ്ങളും പതുക്കെ മാറാൻ തുടങ്ങും. എനിക്ക് ത്രോട്ടിന് എപ്പോഴും ഇഷ്യൂ ഉള്ള ഒരാളായിരുന്നു കേട്ടോ. അതിന്റെ മെയിൻ കാരണം എന്റെ പ്രൊഫഷണൽ സ്ട്രെസ് ആയിരുന്നു. എന്നും ആ ഒരു സ്ട്രെസ് കിട്ടി 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 അത് എന്റെ നടുവിന് പെയിനായി, എന്റെ ത്രോട്ടിന് പെയിനായി, എന്നും പെയിൻ, നല്ല പെയിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാരണം. ഒക്കെ ഞാൻ ട്രൈ ചെയ്തു, എന്ത് മരുന്ന് കഴിച്ചു, ഒരു പ്രയോജനം ഉണ്ടായില്ല. ലാസ്റ്റിലാണ് ഞാൻ യോഗ ട്രൈ ചെയ്യുന്നത്. ഈ യോഗ, പ്രാണായാമ, പിന്നെ മെഡിറ്റേഷൻ കാര്യങ്ങൾ റെഗുലർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ത്രോട്ട് ഇഷ്യൂസ് മാറിക്കിട്ടിയത്. ഇപ്പൊ ഞാൻ കുറച്ച് ആസനാസിന്റെ പേര് പറയാം കേട്ടോ. അത് എല്ലാം ചെയ്യണമെന്നില്ല, അതിനകത്തുനിന്ന് പറ്റുന്നത് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ 2 അല്ല 3 മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. ഈ ആസനാസ് നമ്മുടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന് വളരെ നല്ലതാണ്. അതേപോലെ ഓവറോൾ ഫീമെയിൽ ഹെൽത്തിനും ഈ ആസനാസ് നല്ലതാണ്. അപ്പൊ റെഗുലർ പ്രാക്ടീസ് ചെയ്താൽ ഇതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റും. ഞാൻ ഈ യോഗാസനാസ് റെഗുലർ പ്രാക്ടീസ് ചെയ്യായിരുന്നു.
അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ കൺസീവ് ആയത് പോലും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പല ആൾക്കാരോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും ഈ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാറില്ല കേട്ടോ. കാരണം അവർക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല ഇത് ഇമ്പാക്ട്ഫുൾ ആവുമെന്ന്. ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് ആസനാസ് റെഗുലർ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനും അതേപോലെ ഓവറോൾ ഫീമെയിൽ ഹെൽത്തിനും വളരെ നല്ലതാണ്. ഒന്ന്, ബട്ടർഫ്ലൈ പോസ് അല്ലെങ്കിൽ ബദ്ധ കോണാസന എന്നും പറയും. ചുമ്മാ ആ ഒരു ആസനത്തിൽ നമ്മൾ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യണമെന്നില്ല. നമ്മുടെ ലെഗ്സ് ഫ്ലാപ്പ് ചെയ്തില്ലെങ്കിലും ആ ഒരു പോസിൽ ഇരുന്നാൽ തന്നെ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ രണ്ടാമത് മാർജാറാസന അല്ലെങ്കിൽ കാറ്റ് ആൻഡ് കൗ പോസ് എന്നും പറയും. വളരെ സിമ്പിൾ ആണ്, ആർക്ക് വേണേലും ചെയ്യാൻ പറ്റും ഇത്. അടുത്താണ് കപോതാസന അല്ലെങ്കിൽ ഹാഫ് പിജൻ പോസ്. ഇതും അത്യാവശ്യം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാലും ഒരു പ്രോപ്പർ അണ്ടർ ഗൈഡൻസ് ഇത് ചെയ്യാവുള്ളൂ. ചുമ്മാ ചാടിക്കേറി യോഗാസനാസ് ചെയ്യല്. അത് പ്രോപ്പർ ട്രെയിനറിന്റെ അണ്ടറേ ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് പഠിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നത് ചക്കി ചലാസന അല്ലെങ്കിൽ ചർണിങ് മിൽ പോസ്. ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ അർദ്ധ മത്സ്യേന്ദ്രാസന അല്ലെങ്കിൽ ഹാഫ് ലോഡ് ഓഫ് ഫിഷ് പോസ് എന്ന് പറയും. അതൊരു ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു ആസനമാണ്. പറ്റുന്ന അത്രയും ട്വിസ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് നമുക്ക് പറ്റാത്ത രീതിയിൽ നമ്മുടെ ബോഡി ട്വിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഫേർട്ട് കൊടുക്കുകയോ ചെയ്യല്. പിന്നെ ധനുരാസന, അത് ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. അല്ലെങ്കിൽ ഇന്നും പറയുന്ന ബോ പോസ് എന്നും പറയും. ലേശം ഡിഫിക്കൾട്ടാണ്, ചില ആൾക്കാർക്ക് ഡിഫിക്കൾട്ടായിട്ട് തോന്നും. അപ്പൊ അതിന്റെ അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. സേതുബന്ധാസന, അത് അല്ലെങ്കിൽ ബ്രിഡ്ജ് പോസ് എന്ന് പറയും. അത് മോസ്റ്റ്ലി ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അത് ചെയ്യുമ്പം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നല്ലൊരു ഗൈഡൻസിന്റെ ഉള്ളിലേ ചെയ്യാൻ പാടുള്ളൂ. ചുമ്മാ ചാടിക്കേറി ചെയ്യല്. നന്നായിട്ട് അറിവ് കിട്ടിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ല. പറ്റുന്ന അത്രയും നമുക്ക് പൊങ്ങാം, ആ രീതിയിൽ ചെയ്യാം. നമുക്ക് ഒരുപാട് നമ്മുടെ ബോഡിയാണ് നമ്മൾ ലിസൺ ചെയ്യേണ്ട. ബോഡി എത്രത്തോളം നമ്മളെ സമ്മതിക്കണോ അത്രത്തോളം നമ്മൾ അത് ചെയ്യാം. നെക്സ്റ്റ് ആണ് സുപ്ത ബദ്ധകോണാസന അല്ലെങ്കിൽ റീക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ് എന്ന് പറയും. പറ്റുന്നവർ മാത്രം ചെയ്യാം. അടുത്തത് സർവാംഗാസന അല്ലെങ്കിൽ ഷോൾഡർ സ്റ്റാൻഡ്. ഇതിനെ ക്യൂൻ ഓഫ് ആസനാസ് എന്നും പറയും. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓവറോൾ ബോഡിക്ക് ഇതിന്റെ ഒരു ഇത് റെഗുലർ പ്രാക്ടീസ് ചെയ്താൽ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. പക്ഷെ എല്ലാവർക്കും ഇത് പറ്റുന്നതല്ല. ചില ആൾക്കാർക്ക് ചില ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും അത് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പറ്റുന്നവർ മാത്രം ചെയ്യാം കേട്ടോ. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ആസന. അപ്പൊ എല്ലാവർക്കും അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പറ്റുന്നവർ മാത്രം ചെയ്യുക. പിന്നെ വീണ്ടും ഞാൻ പറയാണ്, യോഗാസ് ചെയ്യുമ്പം ചുമ്മാ ചാടിക്കേറി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിന്റെ ഒരു പ്രോപ്പർ രീതിയുണ്ട് ചെയ്യേണ്ടത്. അതിന്റെ അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ. എല്ലാവരും യോഗ ചെയ്യണം. യോഗ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. എനിക്ക് കുറച്ചുകൂടെ യോഗയാണ് ഇഷ്ടം. എല്ലാം കൊണ്ടും യോഗ തന്നെയാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾ ഈ യോഗാസനാസ് റെഗുലർ പ്രാക്ടീസ് ചെയ്തിട്ട് അതിന്റെ നിങ്ങൾക്ക് എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് കിട്ടിയെന്ന് നിങ്ങൾ അറിയിക്കുക. പിന്നെ പ്രാണായാമം മറക്കല്ല്. പ്രാണായാമവും യോഗാസനാസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മെഡിറ്റേഷൻ. അപ്പോൾ ബൈ.